നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ 2.0യുടെ വക്കിലാണ് ഇന്ത്യയും പാകിസ്ഥാനും നിൽക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ വലിയൊരു നീക്കം, ഒരു സൈനിക നീക്കം അല്ലെങ്കിൽ ഒരു സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ നടത്തിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്തു നിന്ന് ബലൂചിസ്ഥാൻ പണി തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA നിരന്തരം പാകിസ്ഥാൻ സൈന്യവുമായി അഥവാ പട്ടാളവുമായി വലിയ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമാക്കണം എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. ഇപ്പോഴിതാ ബലൂചിസ്ഥാനിലെ ഈ ബലൂച്ച് സൈന്യത്തെ നേരിടാനായി പാകിസ്ഥാന്റെ സൈന്യവും ISIയും വലിയ രീതിയിലുള്ള നീക്കങ്ങൾ, അതായത് വളരെ ക്രൂരമായിട്ടുള്ള നീക്കങ്ങൾ അവിടെ നടത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ബലൂചിസ്ഥാന്റെ മണ്ണിൽ വീണ്ടും അവർ അത് ചെയ്യുന്നു. ബലൂച്ച് കലാപത്തെ തകർക്കാൻ പാകിസ്ഥാൻ സൈന്യവും ISIയും ഡെത്ത് സ്ക്വാഡുകളെ വിന്യസിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത് സാധാരണ പൗരന്മാരുടെ ജീവിതത്തെ ഭയത്തിന്റെ ഇരുണ്ട നിഴലിലേക്ക് വീണ്ടും വീണ്ടും തള്ളിവിടും എന്നുള്ള ആരോപണം ഇപ്പോൾ പുറത്തു വരുന്നു. 1971 ഇരുണ്ട അധ്യായത്തെ പ്രതിധ്വനിപ്പിച്ച അതേ തന്ത്രമാണിതെന്ന് മുൻ റോ ഏജന്റ് ലക്കി ഭിഷ്ത് അവകാശപ്പെടുന്നു. ഈ രക്തരൂഷിതമായ കള്ളക്കളിയുടെ പിന്നിലെ സത്യവും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. 1971 യുദ്ധകാലത്ത് മുക്തി ബഹീനിയെയും നിരപരാധികളായ സാധാരണക്കാരെയും കൂട്ടക്കൊല ചെയ്യാൻ പാകിസ്ഥാൻ സൈന്യം അൽ ബദർ, അൽ ഷാംസ് തുടങ്ങിയ കുപ്രസിദ്ധമായിട്ടുള്ള അർദ്ധ സൈനിക സംഘടനകളെ സൃഷ്ടിച്ചതുപോലെ ഇന്ന് ബലൂചിസ്ഥാനിലും സമാനമായ ഒരു ഭീകരമായ കളി അവർ കളിക്കുന്നുവെന്നാണ് മുൻ റോ ഏജന്റ് ലക്കി ഭിഷ്ക് തന്റെ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ബലൂച്ച് പൗരന്മാരെ അടിച്ചമർത്തുന്നതിനും ബലൂച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളോട് പോരാടുന്നതിനുമായി കഴിഞ്ഞ 20 വർഷത്തിനിടെ ISIയും പാകിസ്ഥാൻ സൈന്യവും 50ലധികം ഡെത്ത് സ്ക്വാഡുകളെ സ്ഥാപിച്ചിട്ടുണ്ട്. മുൻ പാകിസ്ഥാൻ ആർമി ജനറൽ മുഷറഫിന്റെ ഭരണകാലത്ത് ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കിലുടനീളം ഈ കുപ്രസിദ്ധ ഡെത്ത് സ്ക്വാഡുകൾ സ്റ്റേറ്റ് പിന്തുണയുള്ള മിലീഷ്യകൾ സ്ഥാപിതമായി എന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. കൂടാതെ ഈ ഡെത്ത് സ്ക്വാഡുകൾക്ക് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളിൽ നിന്നും പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും ISIയിൽ നിന്നും നേരിട്ടുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ലക്കി ഭിഷ്ത് പറഞ്ഞു. ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ, ആധുനിക ആയുധങ്ങൾ, സാറ്റലൈറ്റ് ഫോണുകൾ എന്നിവ തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ഭിഷ്ത് പറയുന്നു. ഇതിനായി പാകിസ്ഥാൻ പ്രതിവർഷം 10 ബില്യൺ പാകിസ്ഥാൻ രൂപ ചെലവഴിക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.